വെൽക്കം ടു TECHWINGSYS. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ WordPress മാസ്റ്റർ പ്രൊജക്റ്റിൻ്റെ നാലാമത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെയായിരിക്കും നമ്മളൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ WordPress വെബ്സൈറ്റിൽ, അതായത് ബിസിനസ് വെബ്സൈറ്റിൽ എന്തൊക്കെ പ്ലഗിൻസുകളാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഈ പ്ലഗിൻസുകളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് വെക്കുക. അപ്പോൾ തൊട്ടടുത്ത വീഡിയോസിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്ലഗിൻസിൽ ഏറ്റവും ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ് യോസ്റ്റ് SEO. ഈ ഒരു SEO നമ്മുടെ SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് ഗൂഗിളിൽ നമ്മൾ എല്ലാവരും സെർച്ച് ചെയ്യും. ഇപ്പം ബെസ്റ്റ് ജാവ ട്രെയിനിങ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ ബെസ്റ്റ് BCA കോളേജ് ഇൻ ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള മീൻസ് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. റിസൾട്ട് ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജിൽ വരാറുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജ് റിസൾട്ടിൽ 10 റിസൾട്ടുകൾ മാത്രമായിരിക്കും വരുന്നത്. 10 ഓർഗാനിക് റിസൾട്ടുകളായിരിക്കും വരുന്നത്. ബാക്കി ഏറ്റവും ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ആഡുകൾ വരാറുണ്ട്. അതല്ലാതെ ഓർഗാനിക് റിസൾട്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ ഈ 10ൽ അവരുടെ ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും എല്ലാ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുടെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടി നമ്മൾ WordPress യൂസ് ചെയ്യുന്നൊരു പ്ലഗിനാണ് യോസ്റ്റ് SEO. അപ്പം ആ ഒരു SEO പ്ലഗിൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. രണ്ടാമതായിട്ട് എലമെൻറ്റർ. ഈ ഒരു പ്ലഗിൻ നോർമലി വരുന്നത് നമ്മുടെ പേജസ് ഡിസൈൻ ചെയ്യാനായിട്ടാണ്. ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പ്ലഗിനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് നിഞ്ച ഫോംസ്. ഈ ഒരു പ്ലഗിൻ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോം ഡിസൈനിങ്ങിനാണ്. അതായത് എൻക്വയറി ഫോംസ്, കോൺടാക്ട് ഫോം തുടങ്ങിയ ലീഡുകൾ കളക്ട് ചെയ്യുക. അതായത് ഒരു കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലീഡ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിനാണിത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ WP ഫോംസ് എന്ന് പറയുന്ന മറ്റൊരു പ്ലഗിൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടൊരു പ്ലഗിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലഗിൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചാറ്റ്. അതായത് ഏതൊരു ബിസിനസ് വെബ്സൈറ്റിലും ചാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒരു വാട്സപ്പ് ചാറ്റ് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ള സെയിം പ്ലഗിൻ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ടു ചാറ്റ്, ഈ ഒരു പ്ലഗിനും കൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. മറുപടി ഇത്രയും ഒരു പ്ലഗിൻസിൻ്റെ ആവശ്യം നോർമലി ഒരു ബിസിനസ് വെബ്സൈറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പ്ലഗിൻസുകൾ നിങ്ങൾ ഏറ്റവും പ്രോപ്പറായിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ എലമെൻറ്റർ, അതായത് പേജ് എങ്ങനെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഡിസൈൻ തുടങ്ങിയ കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. എലമെൻറ്റർ എന്ന പ്ലഗിൻ യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ട്രെയിനിങ് പരമായിട്ടുള്ള ഇൻഡസ്ട്രി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.